ഞാൻ ഇച്ഛിക്കാത്തതിനെ ചെയ്യുന്നുവെങ്കിലോ 20-ാം വാക്യം, അതിനെ പ്രവർത്തിക്കുന്നത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എന്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു എങ്കിലും എന്റെ ബുദ്ധിയുടെ പ്രമാണത്തോടെ പോരാടുന്ന മറ്റൊരു പ്രമാണം ഞാൻ എന്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എന്റെ അവയവങ്ങളിലുള്ള പാപ പ്രമാണത്തിന് എന്നെ വ്യക്തനാക്കി കളയും. ഇവിടെയാണ് ന്യായപ്രമാണത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയുടെ അതിഭയങ്കരമായിരിക്കുന്ന, അതായത് ന്യായപ്രമാണത്തെ ദൈവത്തിനോടുള്ള സ്നേഹത്തിൽ നിവർത്തിപ്പാൻ ആഗ്രഹിക്കുന്നവരുടെ, തോന്നിയ പോലെ ജീവിക്കുന്നവർക്ക് ഈ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ദൈവത്തിനോട് ജീവിക്കണമെന്നും ആത്മീയമായിരിക്കുന്ന കാര്യങ്ങളെ അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കാര്യം ഇതാണ്: നന്മ ചെയ്യുവാൻ ആശിക്കുന്നു, എന്റെ ബുദ്ധിയുടെ പ്രമാണത്തെ ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ എന്താണ്, അപ്പോഴൊക്കെയും എനിക്ക് വിരുദ്ധമായിട്ട് തിന്മയുടെ ഒരു അനുഭവമാണ് എന്റെ പ്രവൃത്തിയിൽ കടന്നു വരുന്നത്. ഇതെല്ലാം കാണുമ്പോഴെന്താണ്, ദൈവത്തെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഭയങ്കരമായിരിക്കുന്ന ദുഃഖത്തിലാണ്, നിരാശയിലാണ്. എനിക്ക് എങ്ങനെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റും? എനിക്ക് എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാൻ കഴിയും? എനിക്ക് എങ്ങനെ ദൈവത്തോട് ജീവിക്കാൻ പറ്റും? കഴിയത്തില്ല. കാരണം എന്താണ്, എനിക്കത് കഴിയത്തില്ല. ഞാൻ നന്മ ചെയ്യാൻ ഇച്ഛിക്കുമ്പോഴും എന്റെ ഉള്ളത്തിൽ മറ്റൊരു പ്രമാണം ഇരിക്കുന്നു, എന്റെ ഉള്ളത്തിൽ മറ്റൊരു വ്യക്തിത്വം ഇരിക്കുന്നു. യഥാർത്ഥത്തിൽ ന്യായപ്രമാണത്തിന് കീഴിലിരിക്കുന്ന ഒരു വ്യക്തി ദൈവത്തെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തോട് ജീവിക്കാൻ അവൻ ആഗ്രഹം വരുമ്പോഴൊക്കെയും യഥാർത്ഥത്തിൽ അവന്റെ ഉള്ളത്തിലുണ്ടാകുന്ന നിലവിളിയാണ് അടുത്ത 24-ാം വാക്യത്തിൽ പറഞ്ഞത്. അതെന്താണെന്ന് പറഞ്ഞത്? അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണകരമായിരിക്കുന്ന ശരീരത്തിൽ തന്നെ ആർ വിടുവിക്കും? അതായത് ദൈവത്തെ, ന്യായപ്രമാണത്തിൽ, പഴയ നിയമത്തിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ ആശിക്കുന്ന ഏതൊരു മനുഷ്യന്റെ ഉള്ളത്തിൽ നിന്ന് നിലവിളി അല്ലാതെ സന്തോഷത്തിന്റെ ഒരു അനുഭവം ഉണ്ടാകത്തില്ല. അതെന്താണ്? അയ്യോ, ഞാൻ അരിഷ്ടമായിരിക്കുന്ന ഒരു മനുഷ്യനാണ്, എനിക്ക് ഒരിക്കലും ദൈവത്തിന്റെ അടുക്കലേക്ക് ചെല്ലുവാൻ കഴിയത്തില്ല. ഞാൻ ചെയ്യാൻ ഇച്ഛിക്കുന്നതൊക്കെ നല്ലതാണെങ്കിലും തിന്മ മാത്രമേ എന്റെ ഉള്ളത്തിൽ വരുന്നുള്ളൂ. ഇനി എനിക്ക് ദൈവത്തോട് അടുക്കുവാന് എന്റെ സ്വന്തം പ്രവൃത്തിക്ക് കഴിയത്തില്ല, ന്യായപ്രമാണത്തിന്റെ ഒരു പ്രവർത്തനങ്ങളാലും കഴിയത്തില്ല. മോഹിക്കരുത് ഞാൻ ആഗ്രഹിക്കുമ്പോൾ എന്റെ ഉള്ളത്തിലെ മോഹത്തിന്റെ വലിയ ഒരു ചെപ്പ് തുറന്ന് പുറത്തേക്ക് വരികയാണ്. എത്ര ഭയങ്കരമാണ്! അതെന്നെ ഭയപ്പെടുത്തുന്നു. ഞാൻ നിലവിളിക്കുന്നു, അയ്യോ, ഞാൻ അരിഷ്ടനായിരിക്കുന്ന ഒരു മനുഷ്യനാണ്. ഈ പാപകരമായിരിക്കുന്ന, ഈ മരണത്തിന് അധീനപ്പെട്ടിരിക്കുന്ന ഈ ചരിത്രത്തിൽ നിന്ന് എന്നെ വിടുവിപ്പാൻ ഇനി മറ്റൊരു രക്ഷകൻ വന്നേ പറ്റൂ. എന്നെ രക്ഷിപ്പാൻ ആർക്ക് കഴിയും? എനിക്ക് കഴിയത്തില്ല. എന്നെ രക്ഷിപ്പാൻ എനിക്ക് കഴിയത്തില്ല. എന്നെ രക്ഷിപ്പാൻ മറ്റൊരാൾ വന്നേ കഴിയത്തുള്ളൂ എന്നുള്ള പൂർണ്ണമായിരിക്കുന്ന ബോധ്യമാണ് ന്യായപ്രമാണം ആചരിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. എന്താണ്? ന്യായപ്രമാണം ക്രിസ്തുയേശുവിലേക്ക് നമ്മളെ നടത്തുന്ന ഒരു അധ്യാപകനാണെന്ന് അവിടെ പറയുന്നത്. കാരണം എന്താണ്? ക്രിസ്തുയേശുവിലേക്ക് തിരിയണമെങ്കിൽ ഈ നിലവിളി ഉണ്ടായിരിക്കണമായിരുന്നു. കാരണം എന്താണ്? മനുഷ്യൻ അവന്റെ സ്വന്തം പ്രവൃത്തിയാൽ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയത്തില്ല എന്നും ദൈവത്തിന് മാത്രമേ നമ്മളെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ എന്നും അവൻ നിലവിളിയിലേക്ക് കടന്നു വരുവാനാണ് ദൈവം ആശിച്ചത്. അപ്പോൾ ഈ ന്യായപ്രമാണത്തിന് കീഴിലിരുന്ന ഒരു മനുഷ്യന്റെ ഈ നിലവിളി, പൗലോസിന്റെ ഇപ്പോഴത്തെ നിലവിളി അല്ലിത്.